ഹലോ, ഇപ്പം ഞങ്ങളിന്നൊരു ആക്ടിവിറ്റിക്ക് വന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്ടിവിറ്റീസിന് കൊണ്ടുപോകും. ഇപ്പോൾ ചൈനീസിൻ്റെ ഈ ട്രഡീഷൻ കൾച്ചർ അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് ഫസ്റ്റ് നമ്മളോട് അവർ ഒരു ലൈറ്റ് ലാൻറ്റേൺ പോലെയാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ അതല്ലായിരുന്നു ഇത് എന്തോ ഒരു സാധനം, അതിൻ്റെ ഉള്ളിൽ കുറേ പുല്ലൊക്കെ ഇങ്ങനെ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ ഈ മോസ്കിറ്റോ കൊതുക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പുല്ല് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം ഇവിടെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇവിടെ നല്ല കൊതുകുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു കെട്ടി തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ആ ചേച്ചി എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണ്. കുറേ ചൈനീസ് ആൾക്കാരായിട്ട് നമ്മൾ സംസാരിക്കും, അവരായിട്ട് കമ്പനി വിടും. നമ്മളെ കൂടെ വേറെ ഇൻ്റർനാഷണൽസ് ഉണ്ടായിരിക്കും. നമ്മൾ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ നമ്മളെ കൂടെ പഠിക്കുന്നവരൊന്നായിരിക്കില്ല, വേറെ തന്നെ ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കും. സംഭവം നല്ല രസമാണ്. അപ്പം ഞാൻ കണ്ടോ ഇതൊക്കെ ഉണ്ടാക്കി അവരെന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ കണ്ടോ ട്രഡീഷണലി ഒരു ചൈനീസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇതിൻ്റെ കൂടെ തൂക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലോക്കറ്റ് പോലത്തെ സാധനം തന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഭയങ്കര ചെറുതായതുകൊണ്ട് പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സെലിബ്രിറ്റി ഫീലാണ്. എല്ലാവരും വരുന്നവരും പോകുന്നവരൊക്കെ നമ്മളിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും, നമ്മളോട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറയും. ഞാനിവരെ കൂടെ പോസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ വേറൊരു സംഭവം അവർ കളിക്കുന്ന ഒരു ഗെയിമാണിത്. നമ്മൾ ചോപ്സ്റ്റിക്സിനെ കൊണ്ട് ഇതേമാതിരി ഈ ഇതിലെ ചുവന്ന ബീൻ കണ്ടില്ലേ, അതിങ്ങനെ മാറ്റി ഇടണം. അപ്പോൾ ആരാണ് ഫസ്റ്റ് ഇതെല്ലാം മാറ്റുന്നത് അവർ ജയിക്കും. അത് അവരുടെ ഒരു കളിയാണ്. ഇത് സാധാരണ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് തന്നതും ചോപ്സ്റ്റിക്ക് അല്ല, വേറെ എന്തോ ഒരു സാധനമാണ്, വേറെ എന്തോ ഒരു സ്റ്റിക്കാണ്. അത് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. സംഭവം അതും രസമായിരുന്നു. പിന്നെ നമ്മൾക്ക് ചൈനീസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് സോങ്സ് എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ഇപ്പം ഇവിടെ റീസെൻ്റ്ലി ഉണ്ടാവുന്നത്, ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവലാണ്. അപ്പോൾ ഈ ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവലിന് മെയിനായിട്ട് ഇവർ കഴിക്കുന്നത് സോങ്സാണ്. നമ്മളെ നാട്ടിലെ കുമ്പിളപ്പം പാലാ ഭാഗത്തൊക്കെ ഉണ്ട്, അങ്ങനെ എന്തോ ഒന്നാണ് അതിന് പറയുക, കുമ്പിളപ്പോ അങ്ങനെ എന്തോ ഒരു അപ്പം ഉണ്ടല്ലോ, പൂച്ചപ്പം അങ്ങനെ എന്തോ എന്നുള്ളത്. എനിക്ക് പിന്നെ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ സാധനം പണ്ട് മുതൽ എൻ്റെ അമ്മ വീട്ടിൽ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചക്കപ്പം ഉണ്ടാക്കും. എന്നെക്കൊണ്ട് ഇതൊന്നും മടക്കിപ്പിക്കാറില്ല, അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. അതേമാതിരി തന്നെയായിരുന്നു ഇവിടെ നിന്ന്, എനിക്കിത് മടക്കാനും അറിയില്ല. പിന്നെ അവരെന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഈ അരി മുഴുവൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം എന്നാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അവരെന്നെ ഹെൽപ്പ് ചെയ്തു എടുത്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കെട്ടലാണ് കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ ഇതിങ്ങനെ മെല്ലെ എടുത്ത് വെക്കാറല്ലേ ചെയ്യുക. പൂച്ചപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല, പക്ഷേ മറ്റേതൊക്കെ നമ്മൾ മെല്ലെ ഇങ്ങനെ എടുത്ത് വെക്കുകയല്ലേ ചെയ്യുക. ഇതിങ്ങനെ കെട്ടൊക്കെ വേണം. പാവാനക അവളുടെ ഒന്നുണ്ടാക്കി അത് കീറിക്കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഉണ്ടാക്കുക. ഇതിപ്പോൾ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കൊരുമാതിരി നാടൻ ബോംബൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരിതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് വെട്ടി നല്ല ഭംഗിയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ടാക്കി ആവാൻ ഏകദേശം 3-4 മണിക്കൂർ ആവും, വേവിച്ചിട്ട് ആവാനുള്ളതുകൊണ്ട് അവർ നമുക്ക് ഇങ്ങനെ പാക്കറ്റിൽ വേറെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരെക്കുറിച്ച് ഞാൻ അവരെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമായിരുന്നു. പിന്നെ അവിടെ വലിയ മത്സരമായിട്ടോ, ഞങ്ങളെ കൂടെ വന്നവർ തമ്മിൽ ആരിത് ഫസ്റ്റ് തീർക്കും എന്നുള്ളതൊക്കെ നല്ല മത്സരമായിരുന്നു. Sachin only have 2. Yeah, I think it's cheating. Got a smaller one. ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് കഴുത്തൊക്കെ വേദനിച്ച് നമ്മൾ തന്നെ ഈ പരിപാടി നിർത്തും. പക്ഷെ നല്ല രസമായിരുന്നു, എല്ലാവരും തമ്മിൽ ഇങ്ങനത്തെ ഒരു മത്സരമൊക്കെ ഉണ്ടാകുമ്പോൾ അത് രസമല്ലേ. പിന്നെ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മളെ ചേച്ചി വീണ്ടും ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ പോയി ചോദിക്കുന്നത്. അതെന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ ഉള്ളത് ഒന്ന് റെഡ് ബീൻ്റെ പേസ്റ്റാണ്, ഒന്ന് വന്നിട്ട് മുട്ട ഇല്ലേ, താറാവ് മുട്ടേൻ്റെ മഞ്ഞ എന്തോ ചെയ്തിട്ടുള്ള എന്തോ ഒരു സാധനമാണ്. അതാണ് അവർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേവിക്കുന്നത്. ഈ സംഭവം ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും കടയിൽ കാണാറുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. ഒരു ദിവസം കഴിക്കണം. Yellow color yolk.
ഞാൻ കുറച്ച് നേരം ഇവരുടെ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ സംഭവം അറിയാത്തതുകൊണ്ട് വേറൊരു ചേച്ചി വന്നിട്ട് നമുക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ കണ്ടോ, സോൾട്ടഡ് എഗ് യോക്കായിരുന്നു കേട്ടോ ആ സാധനം. അനക പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ഡക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ. എനിക്കിതിനെ ഇങ്ങനെ കെട്ടുന്ന കാണുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക രസമില്ലേ, നല്ല ഭംഗിയുണ്ട് ഇത് കെട്ടുന്ന കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലത്തെ ഓരോ ആക്ടിവിറ്റീസിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഗിഫ്റ്റൊക്കെ കിട്ടും. ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയത് നമ്മളുണ്ടാക്കിയ സാധനം നമുക്ക് എടുക്കാം, അത് കൂടാതെ അവർ വേറെ ഗിഫ്റ്റ് തരും. നമുക്ക് കിട്ടിയത് കുറച്ച് ടിഷ്യൂവും ചെരുപ്പൊക്കെയാണ്. അപ്പോൾ പിന്നെ വേറെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.